വിശുദ്ധ വാരത്തിലെ ഈ തിങ്കളാഴ്ച ദിവ്യബലിക്കായുള്ള സുവിശേഷ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയിർപ്പിച്ച സംഭവം, അതാണ് ഈശോയുടെ പീഡാസഹനങ്ങൾക്ക് ഇമ്മീഡിയറ്റായ കാരണമായി മാറിയത് എന്ന സൂചന അവിടെയുണ്ട്. കാരണം അനേകർ യേശുവിൽ വിശ്വസിച്ചു ലാസറിൻ്റെ ഉത്ഥാനത്തോടെ. ജനക്കൂട്ടം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുവൻ കൊല്ലപ്പെടുന്നത് ശരിയായ കാര്യമാണ് എന്ന് പറയാൻ ഇത് അവരെ പ്രേരിപ്പിച്ചു. നമ്മൾ ഈ തിങ്കളാഴ്ച കാണുന്നു, ലാസറിൻ്റെ ഭവനത്തിൽ ഈശോ ഇരിക്കുകയാണ്. ഉയിർത്തെഴുന്നേറ്റ ലാസർ കൂടെയുണ്ട് എന്ന് ഓർക്കണം. അവിടെയാണ് സഹോദരിയായ മറിയത്തിൻ്റെ വളരെ സ്നേഹത്തോടുകൂടിയുള്ള വലിയ കടപ്പാട്, കൃതജ്ഞത, ഇതെല്ലാം വ്യക്തമായി പ്രകടിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത്. 300 ദിവസം ജോലി ചെയ്താൽ കിട്ടാവുന്ന തുക കൊണ്ട് വാങ്ങാവുന്ന ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലം അവൾ അത് പൊട്ടിച്ച് ഈശോയുടെ ശിരസിൽ ഒഴിക്കുന്നു. ഓർക്കണം, ഇത് പ്രതീകാത്മകമായ ഒന്നാണ്. ഈശോയുടെ മരണത്തിനായുള്ള ഈശോയുടെ അഭിഷേകത്തിൻ്റെ സൂചനയാണ്. അഭിഷിക്തൻ, ക്രിസ്തു എന്നാൽ അർത്ഥം ക്രീനോമായി എന്നാൽ ഓയിൽ ഒഴിക്കുക എന്നാണ്. ഓയിൽ ഒഴിക്കപ്പെട്ടവൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അതുകൊണ്ട് മറിയത്തിൻ്റെ ഈ സുഗന്ധ തൈല പ്രയോഗം ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. അവൾ സ്വന്തം തലമുടി കൊണ്ട് ഈശോയുടെ പാദങ്ങൾ തുടച്ചു എന്ന് നമ്മൾ കാണുന്നു. സ്നേഹത്തോടെ ഈശോയെ ഇങ്ങനെ പരിചരിക്കാൻ നമുക്കും കഴിഞ്ഞിരുന്നെങ്കിൽ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പാദങ്ങളിൽ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ഹൃദയ തൈലം കൊണ്ട് ഞങ്ങൾ അങ്ങയെ അഭിഷേചിക്കുന്നു. ആമേൻ.